ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിയോ ബേബീൻ്റെ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ അന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മെമ്മറീസാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറേ ദിവസം ആയെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റാതെ ലേറ്റ് ആയതാണെങ്കിലും ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ. ഫസ്റ്റ് ബർത്ത്ഡേ ഇതുപോലെ തന്നെ നമ്മളൊരു ഫുൾ ഡേ എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിപ്പോഴും കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ അത് മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റു. ഞങ്ങൾ ലിയോ ബേബീനെ വിഷെല്ലാം ചെയ്തു. അവനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് ബലൂണൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവനെ അതുമായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല, കാരണം തലേന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വിളക്കൊക്കെ വെച്ച് കുറേ ടൈം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അതുവഴിയുള്ള ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ കിടക്കാൻ ഒരുപാട് ലേറ്റായി. പിന്നെ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല. അവൻ്റെ കൂടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ബർത്ത്ഡേ പരിപാടി എല്ലാം പുറത്തുനിന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയോ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊന്നും ഈ വട്ടമില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. എല്ലാവരെയും വിളിച്ച് ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ അതൊക്കെ ഒഴിവാക്കി എൻ്റെ വീട്ടുകാർ മാത്രമായിട്ട് നമ്മൾ പുറത്തുനിന്നാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടായില്ല. ഉച്ചയ്ക്ക് ലിയോ ബേബിക്ക് ജസ്റ്റ് ഒരു കുഞ്ഞ് സദ്യ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു സാമ്പാറും ഒരു ഉപ്പേരിയൊക്കെ ആയിട്ട് കുഞ്ഞൊരു സദ്യ മാത്രം. അത് കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകാനുള്ള ഒരുക്കങ്ങളും തിരക്കുകളായിരുന്നേ. ഇതാണ് ലിയോ ബേബീൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഫസ്റ്റ് ബർത്ത്ഡേനും സെയിം കളർ തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടി ഒരു ലുക്ക് തന്ന പോലെ തോന്നി. അതായത് അവന് കുറച്ചും കൂടി ചേരുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. സോ കളറൊന്നും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. പിന്നെ അവന് എത്രയും പെട്ടെന്ന് ഒരുക്കി ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം ലിയോ ബേബി കുറച്ച് വികൃതി കൂടിയുണ്ട്. ഇപ്പം വലുതായി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ കൂടെയായിരിക്കും. ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് പൂനൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു കഫേ വെച്ചാണ്. കഫേ ബോക്സ് എന്നാണ് പേര്. ഇതാണ് ബർത്ത്ഡേ അറേഞ്ച്മെൻറ്റ്സ്. ഞങ്ങൾക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഞങ്ങളൊരു കളർ കോമ്പിനേഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ കുറച്ച് ഫോട്ടോസ് അയച്ചെന്നു, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. അരുണേട്ടൻ്റെ ഫാമിലിയിലും എൻ്റെ ഫാമിലിയിലുള്ള ഞങ്ങളുടെ വീട്ടുകാർ മാത്രം, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ലിയോ ബേബീൻ്റെ കുറച്ച് കസിൻസും. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ആ ടൈമിൽ ആൾ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. അവനെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് കേക്ക് കട്ടിങ്ങും അത് കഴിക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും ആയിരുന്നു പിന്നീട് അങ്ങോട്ടെ. ഈ നൈറ്റ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഓണാണ് കേട്ടോ. എനിക്കായാലും അരുണേട്ടനായാലും കൂടുതൽ ഇഷ്ടം എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ നൈറ്റാണ്. പകലത്തെ ഒരു പരിപാടിയോട് ഞങ്ങൾക്ക് സത്യം പറയാനല്ലോ തീരെ താല്പര്യമില്ല. ഞങ്ങളെ ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും എല്ലാം ഞങ്ങൾ എങ്ങനെയെങ്കിലും ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നൈറ്റാണ് കേട്ടോ അടിപൊളി. ഇതിപ്പം നമുക്ക് പുറത്തുനിന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി നൈറ്റ് തന്നെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ ലേറ്റായി വീട്ടിലെത്തുമ്പം.
അതുപോലെ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനായാലും സെർവ് ചെയ്യാനായാലും തുടങ്ങി എല്ലാ കാര്യത്തിനും അവരെന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മാജിക് ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവരുടെ ഫുഡും അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു, എല്ലാവർക്കും വളരെ സന്തോഷമായി. ലിയോ ബേബിക്ക് ഇതൊന്നും ഓർമ്മ പോലും ഉണ്ടാവില്ല, എങ്കിൽ കൂടിയും അവൻ്റെ ഈ ഒരു സെക്കൻഡ് ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.